തെക്കൻ കൊല്ലം ആസ്ഥാനമാക്കി വലിയൊരു ഭൂപ്രദേശം തന്റെ അധികാരപരിധിയായി ഉണ്ടായിരുന്നു. കോലത്തുനാടിനെ അപേക്ഷിച്ച് കൂടുതൽ വിഭവസമൃദ്ധമായിരുന്നു വേണാട്. കൊല്ലം പട്ടണത്തിന്റെ വാണിജ്യ പ്രാധാന്യത്തെക്കുറിച്ച് മുമ്പൊരിടത്ത് പ്രസ്താവിച്ചുവല്ലോ. കൊല്ലം നഗരത്തിന്റെ സ്ഥാപനം ഒരു പുതിയ കാലഗണനയ്ക്ക് കൊല്ലവർഷാരംഭത്തിന് ക്രിസ്തുവർഷ 825 നിർമ്മിതമായി. അതാദ്യം വേണാട്ടിലും പിന്നീട് അയൽനാടുകളിലും ഒടുവിൽ മലയാളക്കരയിലാകെയും നടപ്പിൽ വന്നു. വേണാട്ടടികളുടെ അധികാരത്തെക്കുറിച്ചുള്ള ലിഖിത ലക്ഷ്യങ്ങൾ ആ നഗരസ്ഥാനത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടവയാണ്. പടിഞ്ഞാറ് കടലും കിഴക്കു കായലും കൊണ്ട് ചുറ്റപ്പെട്ടതായിരുന്നു അന്നത്തെ കൊല്ലം നഗരവും അതിന്റെ ഭൂസ്വത്തുക്കളും. കരമാർഗമായും ജലമാർഗമായും ഇവിടത്തെ ചരക്കുകളുടെ പോക്കുവരവ് ലിഖിതത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇക്കാലത്ത് നഗരങ്ങൾക്കെല്ലാം അവയുടെ ഭാഗമായി കാർഷിക കൂട്ടായ്മയിലെ അടിസ്ഥാന മാത്രയും ഉണ്ടായിരിക്കും. കൃഷിപ്പണിയാളരും കൈത്തൊഴിൽ കൂട്ടായ്മകളും ഒരു അധിവാസ സ്ഥാനത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ഇത്തരം അധിവാസ മാതൃകകളെന്ന് മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൊല്ലത്തെ അധിവാസ സ്ഥാനം വേണാട്ടടികളുടെ ചേരിക്കലായിരുന്നുവെന്ന് കരുതണം. അടികളുടെ വരുമാനങ്ങളിലൊന്ന് ഈ ചേരിക്കൽ ഭൂമിയിൽ നിന്നുള്ളതാണ്. തരിസാപ്പള്ളി ചെപ്പേടിൽ നിന്ന് ഈഴവരുടെയും വണ്ണാരുടെയും കുടികളിൽ നിന്ന് പിരിച്ചിരുന്ന തളക്കണം, ഏണിക്കണം, ഉരമേയാനുള്ള ഇറ, ചാൻഡാൻമാട്ട്, മേനിപ്പൊന്ന്, പൊലിപ്പൊന്ന്, ഇരവുചോറ്, കുടനാഴി എന്നിവയെക്കുറിച്ചുള്ള പരാമർശവും കാണാം. ഇവ തൊഴിൽ കൂട്ടായ്മകളിൽ നിന്നുള്ള പിരിവുകൾ. ഇനി നഗരത്തിൽ നിന്ന് വാരക്കോൽ, കപ്പാൻ, പഞ്ചക്കണ്ടി, ആൾക്കാശ്, ചുങ്കം, നിറയ്ക്കൂലി എന്നിവയുമുണ്ട്. ഇരുവകയിലും പെട്ട വരുമാനങ്ങളുടെ മുഴുവൻ യഥാർത്ഥ രൂപം എന്തെന്നറിഞ്ഞുകൂടാ. തലവില, മൂലവില എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കാണുന്നത് ആൾക്കാശിന്റെ ആൺപെൺ വകതിരിവ് തന്നെ എന്ന് കരുതണം. ഈ പിരിവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരർ, തീയരാൾവാൻ, മതിൽ നായകൻ തുടങ്ങിയവരുൾപ്പെട്ട ഒരു അധികാര ശ്രേണിയുടെ ചിത്രമാണ് തരിസാപ്പള്ളി ചെപ്പേടിൽ നിന്ന് കിട്ടുന്നത്. നഗരരക്ഷയ്ക്കായി അടികളുടെ നൂറ്റുകൂട്ടമായ 600 പേർ നിയുക്തരായിരുന്നുവെന്ന് ലിഖിതത്തിലുണ്ട്. നഗരത്തിൽ ചരക്കിന് വിലയിടുന്നത് സ്വാമികാര്യമാണെന്ന് ലിഖിതത്തിൽ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ നഗരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും അടികളുടെ അധികാരം കടന്നു ചെല്ലുന്നു. ഈ അധികാരാവകാശങ്ങൾ ഇഷ്ടാനുസരണം അന്യാധീനപ്പെടുത്താനുള്ള അധികാരം അടികൾക്ക് ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞുകൂടാ. കാരണം തരിസാപ്പള്ളി ചെപ്പേടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അത്തരം ഒരന്യാധീനപ്പെടുത്തൽ അടികൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. പെരുമാളുടെ പ്രതിനിധിയായ കോയിലധികാരികളുടെ അർത്ഥഗർഭമായ സാന്നിധ്യം അവിടെയുണ്ട്. അതേസമയം വീട് പേറിന്റെ കൈകാര്യകർത്താവ് വേണാട്ടടികളാണ് താനും. സാധാരണ ഭൂമി കൈമാറ്റ രേഖകളിൽ വേണാട്ടടികൾ തന്നെ പരമാധികാരം പ്രവർത്തിക്കുന്നതും കാണാം. കൊല്ലവർഷം 149 മാമ്പള്ളി പട്ടയം ഉദാഹരണം. തരിസാപ്പള്ളി ചെപ്പേടിൽ ദാതാവായി പ്രത്യക്ഷപ്പെടുന്ന അയ്യനടികളാണ് ഇന്നറിയാവുന്ന ആദ്യത്തെ വേണാട്ടടികൾ. ഇളങ്കൂർന്ന് വാഴുന്ന രാമത്തിരുവടിയും അതേ